എൻ്റെ ഉമ്മ ഇപ്പം മരിച്ചപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഒരു തരം ഡിപ്രഷൻ, ഒറ്റയ്ക്കിരിപ്പും നിലവിളി ഇതൊക്കെ കണ്ടിട്ട് ബന്ധുക്കളും ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. എന്നിട്ട് അവർ എല്ലാവരും കൂടി എന്നെ കൊണ്ടൊരു ഹോസ്പിറ്റലിലാക്കി ഷോക്കും തന്നു. 6 മാസം ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റിലായി. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവർക്കാർക്ക് എന്നെ വേണ്ട, ഞാൻ ഭ്രാന്തനല്ലേ. അന്ന് എനിക്ക് ഉറപ്പായി എൻ്റെ ലൈഫിൽ സ്വന്തം എന്ന് പറയാൻ ആരുമില്ല. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പെങ്ങളെ കല്യാണത്തിന് തിരുപ്പൂർ പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആയിഷാനെ ആദ്യമായിട്ട് കാണും. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊരു വല്ലാത്തൊരു സന്തോഷം തോന്നി. ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം പറഞ്ഞു. പക്ഷെ അവൾ ദേഷ്യപ്പെട്ട് പോയി എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞു. പിന്നെ അവളെ കോളേജും വീടൊക്കെ അന്വേഷിച്ച് പലതവണ പല രീതിയിൽ പല വട്ടം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ പറഞ്ഞു. അപ്പോഴും മൗനല്ലാതെ വേറെ ഒന്നും അവിടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അവസാനം ഗൾഫിലേക്ക് എൻ്റെ വിസ വന്ന് ഗൾഫിലേക്ക് പോകണമെന്ന് തലേന്ന് രാത്രി ഞാൻ അവിടെ വിളിച്ചു 2 മിനിറ്റ്